ചെല്ലാനത്ത് കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 3, 4, 5 വാർഡുകളിലെ ജനങ്ങളാണ് 4ാം വാർഡ് മെമ്പർ ആൻസി ട്രീസയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 2 മാസത്തിലധികമായി ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നായിരുന്നു സമരം. കായലിനും കടലിനുമിടയിലാണ് ചെല്ലാനം നിവാസികളുടെ അധിവാസം. ബോർവെല്ലിലൂടെയും മറ്റ് ജലസ്രോതസ്സുകളിലൂടെയും ഉപ്പ് കലർന്ന ജലം വരുമ്പോൾ വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്ന ശുദ്ധജലം മാത്രമാണ് ഇവർക്ക് ആശ്രയം. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതുമില്ല. ചെളിയും കാറ്റും മാത്രമാണ് പമ്പ് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനെതിരെയാണ് ചെല്ലാനം പഞ്ചായത്ത് 3, 4, 5 വാർഡുകളിലെ നിവാസികൾ 4ാം വാർഡ് മെമ്പർ ആൻസി ട്രീസയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാർഡുകളിലും കൂടാതെ 14, 15 വാർഡുകളിലും രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും നടപടിയൊന്നും കാണാതിരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. 700 രൂപ 1050 രൂപ വെച്ചിട്ട് സാറേ ഇന്നും വെള്ളം പമ്പ് ചെയ്തിട്ടില്ലേ? പ്രഷറില്ല. 1 മണിക്കൂർ കൊണ്ട് നിറയേണ്ട ടാങ്ക് 3 മണിക്കൂറായിട്ടും വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വീണ അവസ്ഥയിലാണ്. തെക്കോട്ട് അടിക്കും, രാവിലെ വൈകിട്ടും അടിക്കും, പിറ്റേ ദിവസം വൈകുന്നേരം, പിറ്റേ ദിവസം നമ്മൾ വടക്കോട്ട് അടിക്കും. ഇതാണ് നമുക്കിപ്പോ നടക്കുന്ന പ്രോസസ് അല്ലേ? അല്ലാതെ നമ്മളിപ്പോ കുറച്ച് ഓരോ വാർഡിലേക്ക് സെപ്പറേറ്റ് പമ്പിങ് പൈപ്പൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ഇനി ഇതിപ്പോ 2 മാസം ഈ വെള്ളം ഈ കൊച്ചിന് ഞാൻ യൂസ് ചെയ്യിക്കണത്. എനിക്ക് 60 രൂപ കൊടുത്ത് ഡെയിലി വെള്ളം മേടിച്ച് കഴിയുന്ന സാഹചര്യമൊന്നും ഇല്ല, മനസ്സിലാകണ്ട. സാറ് ദയവായി ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് ചെലന്റെ കെട്ടാൻ കൂലിപ്പണിക്കാരനാണ്. 600 രൂപ 700 രൂപ ഒരു പരിസരം ക്ലീനാക്കിയാ കിട്ടണം. അതുകൊണ്ട് 3 കുപ്പിയും 4 കുപ്പിയും വെള്ളം മേടിച്ച് എൻ്റെ ഭിന്നശേഷി കൂട്ടി കൊടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ദയവായി എത്രയും വേഗം ചെയ്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ആസ്തി ഞങ്ങൾക്കില്ല. പരിസരത്ത് പൈപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ട്, അതൊക്കെ റിപ്പയർ ചെയ്യാതെ ഒന്നും ശരിയാകുന്നില്ല. അത് പുഴയിൽ നിന്നും കാണാനൊക്കെ കൂടി പൈപ്പ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പൈപ്പ് പൊട്ടി കിടക്കുമ്പോൾ ആളുകൾ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ മോട്ടർ അടിക്കുമ്പോൾ ഈ വെള്ളമാണ് കയറി വരുന്നത്. അപ്പോൾ പിന്നെ ഇവർ പമ്പിങ് ചെയ്യാനുണ്ട്. പമ്പിങ് ചെയ്യണ സമയം ഏതൊക്കെയാണെന്നൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ല. ചെല്ലാനം പഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പറാണ്. ഞങ്ങൾക്ക് 3-4 മാസമായിട്ട് വെള്ളം ലഭിക്കുന്നില്ല. അപ്പോൾ നാട്ടുകാരുമായിട്ട് ഇവിടെ ഒന്ന് സമരം ചെയ്യുക എന്നല്ലാതെ വേറൊരു നിവൃത്തി ഞങ്ങൾക്കില്ല. ഇപ്പോൾ വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്ന ചെളിവെള്ളത്തിനും കാറ്റിനും കൂടി പൈസ അടക്കേണ്ട അവസ്ഥയാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ളത്. 60 രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന്. അങ്ങനത്തെ 3-4 ബോട്ടിൽ വാങ്ങിച്ചിട്ടാണ് ദിനചര്യ വരെ ആളുകൾ കഴിക്കേണ്ട അവസ്ഥയുള്ളത്. ചെല്ലാനം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് കടലുമാണ്. ഞങ്ങൾക്ക് ബോർവെൽ വാട്ടർ പോലും നല്ലത് കിട്ടില്ല. വേറെ ഒരു ജലസ്രോതസ്സും ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്ന വെള്ളം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. 700, 800, 1000 രൂപയും ബില്ലടച്ചിട്ട് ഉപ്പുവെള്ളം ഒഴുക്കി കളയേണ്ട അവസ്ഥയാണ്. ടാങ്കുകൾ പണിയാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ടാങ്കുകൾ എല്ലായിടത്തും പണിതിട്ടുണ്ട്, അതിലേക്ക് വെള്ളം വരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഈ ജനങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ഓരോ ദിവസവും 60 രൂപയുടെ 3ഉം 4ഉം കുപ്പി ജലം ഉപയോഗിച്ചാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്ന് ജനങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്